പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് ആദ്യമായി ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് പത്തനംതിട്ട CPM-ഉം കണ്ണൂർ CPM-ഉം തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമായിരുന്നു. ഈ മരണം നടന്ന ആ സമയത്തു തന്നെ, മരണം നടന്നതിനെ തുടർന്നുള്ള മണിക്കൂറുകളിൽ തന്നെ, ആദ്യ മണിക്കൂറുകളിൽ തന്നെ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള മലയാലപ്പുഴ മോഹൻ എന്ന് പരസ്യമായി ഈ വിഷയത്തിൽ അദ്ദേഹത്തിനും പത്തനംതിട്ട പാർട്ടിക്കുമുള്ള അസ്വസ്ഥതയും ആശങ്കയും പ്രകടിപ്പിക്കുകയുണ്ടായി. പ്രതികൾ ശിക്ഷിക്കപ്പെടേണ്ടതാണെന്നും കുടുംബത്തോടൊപ്പം ഏതറ്റം വരെ പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു മണിക്കൂറുകൾക്ക് ശേഷമാണ് CPM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ഗോവിന്ദൻ വന്നിട്ട് സതുദ്ദേശപരമായിരുന്നു ഈ PP ദിവ്യ എന്ന് പറയുന്നവരുടെ പ്രതികരണം എന്ന് പറഞ്ഞത്. അവിടെ മുതൽ തന്നെ ഈ ഒരു വൈരുദ്ധ്യം രണ്ട് ഭാഗത്തും നിഴലിക്കുകയായിരുന്നു. കണ്ണൂർ പാർട്ടി പ്രതിക്ക് അനുകൂലമാണെന്നും പത്തനംതിട്ട പാർട്ടി നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണെന്നുമുള്ള സൂചനകൾ പൊതുമണ്ഡലത്തിൽ നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ആ മരണം നടക്കുന്ന സമയത്തൊന്നും MV ഗോവിന്ദൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതിലെന്തോ പോളിറ്റ് ബ്യൂറോയ്ക്ക് ഡൽഹിയിൽ പോയിരിക്കുകയായിരുന്നു. ഏതാനും ദിവസം കഴിഞ്ഞ് MV ഗോവിന്ദൻ വന്ന ഉടനെ തന്നെ അയാൾ പത്തനംതിട്ട യിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ സന്ദർശിച്ചു. ആ കുടുംബത്തെ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഓഡിയോയിലൂടെ നമുക്ക് ഇനി ഒന്ന് കേൾക്കാം. നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് തന്നെ പറയുമ്പോൾ, നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് പറയുമ്പോഴല്ല, അത് ഒരു പ്രയോഗമാണ്. ഏതാ ആ പ്രയോഗം തെറ്റാ, ആ പ്രയോഗം തെറ്റാ. അങ്ങനെയല്ല ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പം തന്നെയാണ് അന്നും അതെ ഇന്നും അതെ. MV ജയരാജൻ ഉൾപ്പെടെയാണ് അന്ന് ആ ബോഡിയോടൊപ്പം തന്നെ ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ രാവിലെ തന്നെ വിളിച്ച് ഇവിടെ ജില്ലാ സെക്രട്ടറിയോട് കൃത്യമായിട്ട് പറഞ്ഞതാണ്, അടിയന്തരമായിട്ട് ബന്ധപ്പെടണം, ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കണം എന്ന് ഉദയവാനുവെ വിളിച്ച് ഞാൻ നേരിട്ട് സംസാരിക്കുകയാണ്. അന്ന് ഞാൻ ഇവിടെ ഇല്ല, അന്ന് ഞാൻ ഡൽഹിയിൽ പോകുന്ന സമയമാണ്. ആ രീതിയിൽ ഞങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഒരു സംശയവും വേണ്ട, ഇനി വെറുതെ ആവശ്യമില്ലാതെ വാർത്ത ഉണ്ടാക്കാൻ പുറപ്പെടേണ്ട, ഉള്ള ഉറപ്പായ നിലപാട് ഞാൻ പറഞ്ഞു. പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണ ഈ കുടുംബത്തോടൊപ്പമാണ് എന്നുള്ളത് തന്നെയാണ്. ഞാനാണല്ലോ പറയുന്നത് അല്ല, അതാ ഞാൻ പറയുന്നത്, ഞാനല്ലേ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, പൂർണ്ണമായ അർത്ഥത്തിലാണ്. അതിന്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അന്വേഷണത്തിന്റെ ഭാഗമായി എന്തെല്ലാം നിലപാടും നടപടിയും സ്വീകരിക്കുന്നു അതിനോടെല്ലാം പൂർണ്ണമായ പിന്തുണയാണ്. ഞാനിപ്പോ പറഞ്ഞതാണ് അവസാനത്തെ വാക്ക്. ഇനിയിപ്പോ അതിനിടയിൽ ആരെല്ലാം പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ കേട്ടല്ലോ, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം MV ഗോവിന്ദൻ പറയുന്നത് എന്താ? താനാണ് അന്തിമ വാക്ക്, CPM-ൻ്റെ അന്തിമ വാക്ക് താനാണ്. പാർട്ടി നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ്. ഇതാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അത് നമ്മൾ കേട്ടു. സുഹൃത്തുക്കളെ, എന്നാൽ പിന്നീടുണ്ടായത് എന്താ? നമ്മൾ ആ ക്രോണോളജി ഒന്നെടുത്ത് നമ്മൾ നോക്കിയേ. പിന്നീടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് നവീൻ ബാബു ഈ PP ദിവ്യ മുൻകൂർ ജാമ്യാപേക്ഷയുമായി തലശ്ശേരി സെഷൻസ് കോടതിയെ സമീപിച്ചത്. തലശ്ശേരി സെഷൻസ് കോടതിയെ അവർ സമീപിച്ച സംഭവത്തിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട് തന്നെ പാർട്ടി ആരോടൊപ്പമാണെന്നുള്ളത് വളരെ വ്യക്തമായി. കാരണം മലബാർ മേഖലയിലെ ഏറ്റവും സമുന്നതനായിട്ടുള്ള CPM-ൻ്റെ അഭിഭാഷകനായിട്ടുള്ള കെ വിശ്വനാണ് PP ദിവ്യയ്ക്ക് വേണ്ടി തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഹാജരായത്. TP ചന്ദ്രശേഖരൻ വധക്കേസ് ഉൾപ്പെടെ മലബാർ മേഖലയിലെ CPM-വുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു അഭിഭാഷകനാണ് കെ വിശ്വൻ. MK ദാമോദരനായിരുന്നു CPM-ൻ്റെ ആ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഇപ്പോൾ കെ വിശ്വനാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട CPM-ൻ്റെ അഭിഭാഷകൻ. ഈ അടുത്ത കാലത്ത് അൻവറിനെതിരെ CPM-ൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശി ഒരു വക്കീൽ നോട്ടീസ് അയച്ചപ്പോൾ ആ വക്കീൽ നോട്ടീസ് അയച്ചത് പോലും ശശിക്ക് വേണ്ടി കെ വിശ്വനായി. അപ്പോൾ കെ വിശ്വൻ വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമായി. കെ വിശ്വൻ മുൻകൂർ ജാമ്യാപേക്ഷയിലും അതിനുശേഷം ജാമ്യാപേക്ഷയിലുമൊക്കെ തന്നെ കോടതിയിൽ PP ദിവ്യയ്ക്ക് വേണ്ടി നടത്തിയ പ്രധാനപ്പെട്ട വാദം എന്തായിരുന്നു? നവീൻ ബാബു തീർത്തും അഴിമതിക്കാരനായിരുന്നു എന്നുള്ളതാണ്. അത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ അത്ര ശക്തമായി വാദിച്ചില്ല എങ്കിൽ
പിന്നീട് ജാമ്യാപേക്ഷ അതേ കോടതിയിൽ തന്നെ വന്നപ്പോൾ നവീൻ ബാബു തീർത്തും അഴിമതിക്കാരനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകളുമായിട്ടാണ് ഈ പി ദിവ്യയുടെ അഭിഭാഷകൻ കെ വിശ്വൻ കോടതിയിലേക്ക് ചെന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ പാർട്ടിയുടെ നിലപാട് എന്താണെന്നുള്ളത് അവിടെ വ്യക്തമായി. അതിനെ തുടർന്ന് നവംബർ 8 ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചു. നവംബർ 8 ഒക്ടോബർ 29 നവംബർ 8 ഇടയ്ക്ക് നടന്ന നവംബർ 8 ജാമ്യം ലഭിക്കുന്നത്. ഒക്ടോബർ 29 ജാമ്യം നിഷേധിക്കും. അതിനിടയിൽ നടന്ന സംഭവവികാസങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കണം. 14 ശേഷം 14 നവീൻ ബാബുവിൻ്റെ മരണം നടന്നതിന് ശേഷം 28 ദിവ്യയ്ക്ക് മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നത് വരെ ഈ വനിത ഒളിവിലായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാലോചിച്ച് നോക്ക്. CPM കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാൾ, CPM ജില്ലാ കമ്മിറ്റി അംഗം, CPM ജില്ലാ കമ്മിറ്റി അംഗം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അവർ 14 മുതൽ 28 വരെ ഒളിവിലായിരുന്നു എന്ന് CPM പറയുന്നു. എങ്ങനെയുണ്ട്? ആരെയാണിത് വിശ്വസിപ്പിക്കുന്നത്? അപ്പോൾ ആ 2 ആഴ്ചക്കാലവും CPM ഇവരെ സംരക്ഷിക്കുകയായിരുന്നില്ലേ സുഹൃത്തുക്കളെ? CPM-മായി ബന്ധപ്പെട്ട വീടുകളിൽ അവർ മാറി മാറി താമസിക്കായിരുന്നുള്ളതായിരുന്നു അന്ന് ഉണ്ടായിരുന്ന വിവരം. കുറച്ച് ദിവസം വരെ അവരുടെ സ്വന്തം വീട്ടിലുണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഈ മരണം നടന്നതിന് ശേഷമുള്ള 2 ആഴ്ചക്കാലം CPM സംരക്ഷണയിൽ തന്നെ PP ദിവ്യ തുടർന്നു. അപ്പം CPM ആരെയാ സംരക്ഷിക്കുന്നുള്ള വ്യക്തമായല്ലോ. അങ്ങനെ 28 അവർക്ക് ജാമ്യം ലഭിക്കുകയാണ്. 28 അവർക്ക് ജാമ്യം നിഷേധിക്കുകയാണ്. ജാമ്യം നിഷേധിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ കീഴടങ്ങിയായിരുന്നു പോലീസിൻ്റെ മുമ്പിൽ. അപ്പോഴും പാർട്ടിയുടെ സംരക്ഷണത്തിലാണ് ഈ കീഴടങ്ങൽ. അറസ്റ്റ് ചെയ്യുകയല്ല, പോലീസിൽ നിന്ന് ഇങ്ങോട്ട് അവരേക്ക് വാങ്ങിക്കൊണ്ട് വരികയാണ് ചെയ്തത്. അതിനുശേഷം അവർ ജയിലിൽ കിടന്ന സമയത്ത് ഒക്കെ തന്നെ CPM പൂർണ്ണമായിട്ടുള്ള സംരക്ഷണയിലായിരുന്നു അവർ കഴിഞ്ഞിരുന്നത്. അവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ടുപോയപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് കെ വിശ്വനായിരുന്നു. നിരന്തരം അവരുടെ കൂടെ ഒരു കൊലക്കേസ് പ്രതിയായിട്ടുള്ളൊരു ഒരു ചെറുപ്പക്കാരൻ നിരന്തരം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നൊക്കെ തന്നെ ഏതോ ഒരു വലിയ VVIPയെ കൊണ്ടുവരുന്ന പോലാണ് അവരെ കോടതിയിലേക്ക് കൊണ്ടുവന്നത്. അവർക്ക് നവംബർ 8 ജാമ്യം ലഭിക്കുമ്പോൾ അവരെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ജയിലിൽ ചെന്നത് ആരൊക്കെയാണ്? ഒന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാര്യ ആന്തൂർ മുനിസിപ്പൽ ചെയർമാനായിട്ടുള്ള PK ശ്യാമള. ആലോചിച്ച് നോക്കണം. ഇരയോടൊപ്പമാണെന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ PK ശ്യാമള അവരെ അവിടെ ചെല്ലുകയാണ്, ജയിലിൽ ചെല്ലുകയാണ്. അടുത്തത് N സുകന്യ, അവിടുത്തെ ജില്ലാ കമ്മിറ്റി അംഗം, CPM മുതിർന്ന നേതാവായിട്ടുള്ള ജെയിംസ് മാത്യുവിൻ്റെ ഭാര്യ സുകന്യ, അവർ ചെല്ലുകയാണ്. അവർക്ക് ജാമ്യം ലഭിച്ച ദിവസം എന്തൊരു സംതൃപ്തിയോടുകൂടിയാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി പ്രസ്താവന നടത്തിയത്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഏതാണ്ട് ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് ജയിലിൽ കിടന്നിട്ട് പുറത്തു വരുന്നത് പോലെയാണ് ഒരു സത്യസന്ധനായിട്ടുള്ള മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിടുന്ന പ്രവർത്തനം നടത്തിയ സ്ത്രീക്ക് ജാമ്യം കിട്ടിയപ്പോൾ CPM കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള PK ശ്രീമതി വന്നിട്ട് പരസ്യ പ്രസ്താവന നടത്തിയത്. ഇതെല്ലാം ചെയ്യുമ്പോഴും തങ്ങൾ ഇരയോടൊപ്പമാണെന്ന് പറയുകയാണ്. എത്ര ഇരട്ടത്താപ്പ് നിറഞ്ഞ സമീപനമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് MV ജയരാജൻ എന്ന് പറഞ്ഞ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അവിടെ ഒരു പാർട്ടി സമ്മേളനത്തിൽ പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിക്കുന്നത്? കൈക്കൂലി വാങ്ങിച്ചുവെന്നും കൈക്കൂലി വാങ്ങിച്ചില്ല എന്നും 2 അഭിപ്രായമുണ്ട്. എങ്ങനെയുണ്ട്? ഇരയോടൊപ്പമാണെന്ന് പറയുന്നവരാണ്. അവർ പറയുകയാണ് 2 അഭിപ്രായമുണ്ട്, പോലീസ് അന്വേഷിക്കട്ടെ പറഞ്ഞു വെക്കുകയാണ്. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SITയുടെ അന്വേഷണം ഏർപ്പെടുത്തിയിട്ട് ഇപ്പോൾ ദിവസങ്ങൾ എത്ര കഴിഞ്ഞു? എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ? പ്രശാന്തൻ എന്ന് പറഞ്ഞ ആളെ പ്രതി ചേർത്തിട്ടുണ്ടോ? അയാൾക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ടോ? അയാൾ ADM കൈക്കൂലി മേടിച്ചു എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ADMനെതിരെ അന്ന് കേസെടുത്തിരുന്നോ? അയാൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്ന് പറഞ്ഞ കത്ത് അടിമുടി വ്യാജമായിരുന്നു എന്ന് തെളിഞ്ഞില്ല. എന്തെങ്കിലും നീക്കങ്ങളുണ്ടോ? SIT അനങ്ങുന്നുണ്ടോ? അനങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? മനസ്സിലാക്കേണ്ട കാര്യം CPM ഇരയ്ക്കൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിയെ പൂർണ്ണമായി സഹായിക്കുന്ന
ഇരട്ടത്താപ്പ് നിറഞ്ഞ ഒരു സമീപനമാണ് CPM എടുക്കുന്നതെന്നല്ലേ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. ഈ നിലയിൽ പോയാൽ പ്രതി ശിക്ഷിക്കപ്പെടില്ല എന്നുള്ളത് പോകട്ടെ, മരിച്ച നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് തെളിയിക്കപ്പെടുക വരെ ചെയ്താൽ പോലും അതിൽ അത്ഭുതമില്ല എന്ന് ഉള്ള സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് CPM എന്ന് പറഞ്ഞ ഈ കാട്ടാള സംഘത്തിൻ്റെ പറച്ചിലും പ്രവർത്തനവും എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധാരണ ജനങ്ങൾക്ക് കഴിയണം, പാർട്ടി അണികൾക്ക് കഴിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു വശത്ത് ഇരയ്ക്കൊപ്പമാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയും മറുവശത്ത് പ്രതിയെ എല്ലാ തരത്തിലും സംരക്ഷിക്കുകയും ഇര അഴിമതിക്കാരനാണെന്ന് പോലും തെളിയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഈ പാർട്ടി എന്നുള്ളത് കൃത്യതയോടുകൂടി കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.